നമസ്കാരം സുഹൃത്തുക്കളെ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39, അതേപോലെ തന്നെ 16-ാം അധ്യായം 4-ാം വാക്യം. അത് ഏകദേശം അതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ, ഈ തലമുറ അടയാളങ്ങൾ ആവശ്യപ്പെടും, എന്നാൽ അവർക്ക് വേണ്ടി ഒരു അടയാളവും നൽകപ്പെടുകയില്ല. അതായത് അടയാളങ്ങൾ, ദേ വിൽ ആസ്ക് ഫോർ സയൻസ് അല്ലെങ്കിൽ തെളിവുകൾ ചോദിക്കും. ഈ തലമുറ തെളിവുണ്ടോ, അതല്ലെങ്കിൽ സാക്ഷിയുണ്ടോ, ഇത് അങ്ങനെ ചോദിക്കുന്ന, അതായത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻ്റണി ഫൗച്ചി. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ട് കാണും. ആൻ്റണി ഫൗച്ചി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ, അതായത് ഈ മെഡിസിൻ്റെ ജനറലായിരുന്നു. ഒരു ക്യാബിനറ്റ് പദവി പോലെ ആരോഗ്യ സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ വളരെ അധികാര പരിധികളുള്ള സ്ഥാനമാണ് അത്. ഒബാമയുടെ കാലഘട്ടത്തിൽ, ട്രംപിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ അദ്ദേഹം അധികാരത്തിലിരുന്നിരുന്നു. 2020 കോവിഡ്, ഇത് നമ്മളോട് എല്ലാവരോടും പറഞ്ഞിരുന്നത് ചൈനയ്ക്കുള്ളിലെ വുഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ചന്ത, അതായത് അവിടെ പലതരത്തിലുള്ള ചന്തകളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ നമ്മൾ മീൻ ചന്തയുണ്ട്, പോത്തിൻ്റെ ചന്തയുണ്ട്. അവിടെ പ്രാണികളെയും പക്ഷികളെയൊക്കെ വിൽക്കുന്ന ചന്തകളുണ്ട്. അവിടെ ഒരു പക്ഷീനെ വാങ്ങി ഒരു സ്ത്രീ വാങ്ങി കഴിച്ചു. അവർ നമ്മളോട് പല മാതിരിയുള്ള കഥകളാണ് പറഞ്ഞിരുന്നത്. ഒരു പക്ഷീനെ വാങ്ങി കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് ആ പക്ഷിയിൽ നിന്നുമാണ് ലോകത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു സ്ത്രീ. ഒരു പക്ഷീനെ നമ്മൾ എന്തുമാത്രം കൊക്കിനും ഇതിനെയൊക്കെ എന്തുമാത്രം മൃഗങ്ങളെ നമ്മൾ കഴിക്കുന്നു. ഒരു പക്ഷീനെ കഴിച്ചതിൻ്റെ പേരിൽ ലോകം സ്തംഭിച്ചു എന്നാണ് ലോകത്തോട് നമ്മുടെ നല്ലവരായ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും സർക്കാരുകളും ഒരേപോലെ പറഞ്ഞത്. ചിലർ പറഞ്ഞു അത് വുഹാൻ ലാബിലെ പരീക്ഷണത്തിൽ നിന്ന് ചാടിയതാണ്. വ്യക്തമായിട്ടൊരു ഉത്തരം നമുക്ക് ആരും തന്നില്ല. രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒന്നും തന്നില്ല. എന്തിന്? ഇതിപ്പോൾ നമ്മളൊരു 5-6 കൊല്ലം കഴിഞ്ഞ് മറന്നു പോയി കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി പറയാൻ പോലും അവർക്ക് നാണമോ മടിയോ എന്തൊക്കെയാണ്. നമ്മളോട് പറയുന്ന പോലും ഇല്ല. എങ്ങനെയാണ് കോവിഡ് വന്നതെന്നോ, ഇത്രയും പേരുത്ത് ജനങ്ങളെ കൊന്നു. ഒരു 3-5 കോടി ലോകത്തെ ജനങ്ങളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. 3-5 കോടി ജനങ്ങളെ കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ US കോൺഗ്രസ്സിൽ ഇതിൻ്റെ ആൻ്റണി ഫൗച്ചി എന്ന ഈ തലപ്പത്തിരുന്ന ആളെ ചോദ്യം ചെയ്യാണ്. അത് ഈ നമ്മുടെ അദ്ദേഹത്തിന് ഏകദേശം ഒരു 85 വയസ്സോളമായി. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി, ഡെമോക്രാറ്റിക് പാർട്ടി അന്ന് ആൻ്റണി ഫൗച്ചിയോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഒറിജിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഇന്നലെ ചോദിക്കുന്നത്. അപ്പോൾ ആൻ്റണി ഫൗച്ചി ലോയേഡപ്പ് എന്ന് പറയും, അമേരിക്കയിലൊരു ടെർമിനോളജിയാണ്. അത് വക്കീൽമാരെയും കൊണ്ടാണ് വന്നേക്കണം. കുറേ വക്കീൽമാരെയൊക്കെ പുറത്തിരുത്താനായിട്ടുള്ള ഇവിടുത്തെ സെനറ്റർമാർ, അതായത് എതിർപക്ഷത്തുള്ള ട്രംപിൻ്റെ പാർട്ടിയിലെ സെനറ്റർമാർ ഇദ്ദേഹത്തിനെ പുറത്തിരുത്താനൊക്കെ ലോയർമാരെ ഡേവിഡ് ഷെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോയറെ പുറത്തേക്ക് ഇറക്കി വിട്ടു. ഈ ചർച്ച നടക്കുന്നതിനിടയിൽ, ചോദ്യം ചെയ്യുന്നതിനിടയിൽ. അങ്ങനെ ആൻ്റണി ഫൗച്ചിക്ക് ഉത്തരമില്ലാഞ്ഞിട്ടായി. ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹം ഉത്തരം തെറ്റിച്ച് പറഞ്ഞു. വക്കീലോ അടുത്തില്ല, വക്കീലിനെ പുറത്താക്കി. ഉത്തരം തെറ്റിച്ച് പറഞ്ഞാൽ അയാളുടെ കൈമ വിലങ്ങി വീഴും, അയാൾ ഉള്ളിൽ പോവും. ഉത്തരം തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ചോദിക്കണം എങ്ങനെയാണ് കോവിഡ് തുടങ്ങിയത്, എവിടെ നിന്നാണ്. കാരണം ഈ വുഹാൻ ലാബിൽ ഒബാമ ഭരിക്കുന്ന സമയത്ത് ആൻ്റണി ഫൗച്ചി സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഗൂഢാലോചന കഥകൾ പുറത്തു വന്നതിൽ ആൻ്റണി ഫൗച്ചി, ബിൽ ഗേറ്റ്സ് പോലെയുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒബാമ ഡിസൈൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ നാശനഷ്ടം സംഭവിച്ചത് 2020 ഇലക്ഷനിൽ ട്രംപിന് ഭരണം നഷ്ടപ്പെട്ടു. കാരണം അതിൽ മുഖ്യ പങ്ക് എന്ന് പറഞ്ഞാൽ 2019 ആ ഒരു കോവിഡ് തുടങ്ങി അതിങ്ങോട്ട് വന്ന് അവസാനിപ്പിക്കുന്ന സമയത്ത് ആ ഒരു കോവിഡിൻ്റെ കാരണം കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന് രണ്ടാമത് അധികാരത്തിൽ വരാൻ സാധിക്കാണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇൻവോക്ക് 5th അമെൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇതിൽ നിയമവ്യവസ്ഥയിൽ, ഭരണഘടന പ്രകാരം ഒരാൾക്ക് ദ റൈറ്റ് ടു റിമെയിൻ സൈലൻറ്റ്, അദ്ദേഹത്തിന് നിശബ്ദനായിരിക്കാൻ, ഞാൻ നിശബ്ദനായിരിക്കാനായിട്ടുള്ള 5th അമെൻഡ്മെൻറ്റ് ഇൻവോക്ക് ചെയ്യുന്നു. അത് ആ ഉത്തരവ് അങ്ങോട്ട് ഇറക്കണം. ഞാൻ നിശബ്ദനായിരിക്കാൻ തീരുമാനം എടുക്കുകയാണ്, അത് നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം
നമ്മൾ ആലോചിക്കണം. ഇദ്ദേഹത്തിന് പറയാം കോവിഡ് വന്നത് ചൈനയിൽ നിന്നാണ്, വുഹാനിൽ നിന്നാണ്, ഇങ്ങനെയാണ്. കാരണം ഇദ്ദേഹത്തിന് വ്യക്തമായ രേഖകളും ഇദ്ദേഹത്തിന് മുമ്പിലാണ് ആദ്യമായിട്ട് പറയാം. അദ്ദേഹം അത്ര അധികാര പരിധിയിലിരുന്ന വ്യക്തിയാണ് ഒബാമയുടെ കാലഘട്ടത്തിലും പിന്നീട് ട്രംപിൻ്റെ കാലഘട്ടത്തിലും. അപ്പോൾ ഇദ്ദേഹം വ്യക്തമായിട്ട് മറുപടി പറയണം. ഇദ്ദേഹത്തിന് നമ്മളൊന്നും കാണുന്ന രേഖകളല്ല അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് പറയാം കോവിഡ് വന്നത് ചൈനയിൽ നിന്നും ഇന്ന കാരണം നമ്മളോട് പറഞ്ഞ പോലെ ഒരു പക്ഷീനെ ഒരാൾ തിന്നു, ഒരു സ്ത്രീ പക്ഷീനെ വാങ്ങി തിന്നു അവിടുത്തെ മാർക്കറ്റിൽ നിന്ന്, അതങ്ങനെ സ്പ്രെഡായി എന്ന് പറയാം. അദ്ദേഹം അതല്ല പറയുന്നത്. അപ്പോൾ വളരെ ദുരൂഹമായ രീതിയിൽ നമ്മളെയൊക്കെ കൊന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരോട് സംസാരിച്ച് നമുക്കൊന്നും എനിക്കോ ഈ കാണുന്ന 99.9% ആൾക്കാർക്കോ അറിയില്ല കോവിഡ് എങ്ങനെ തുടങ്ങിയെന്നുള്ളത്. ആ രേഖകൾ വളരെ ചുരുക്കം അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നോട് പറഞ്ഞത് ഒബാമയുടെ കാലഘട്ടത്തിൽ ജനസംഖ്യ എങ്ങനെ വളരുന്നു, ക്ലൈമറ്റ്, ഒബാമ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജനങ്ങൾ അതായത് ഇങ്ങനെ പെറ്റുപെരുകുന്നത് മൂലം ഈ പ്രകൃതി മോശം വരുന്നു, പ്രകൃതിയിൽ പൊല്യൂഷൻ കൂടുന്നു, വാഹനങ്ങൾ കൂടുന്നു. അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന മാതിരി വുഹാൻ ലാബിൽ ആൻ്റണി ഫൗച്ചി രഹസ്യമായ പല ഇതുകളും സർക്കാരുകൾ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന ചില ചർച്ചയിൽ കുറേ ജനങ്ങളെ കൊന്നുടക്കാൻ തീരുമാനമെടുത്തു. നമ്മൾ ആലോചിക്കണം, അന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നല്ലേ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തു വരുന്നു, നമ്മൾ കാണാത്ത പ്രകൃതി പൊടിപടലങ്ങൾ ഇല്ലാതാകുന്നു. ഇതൊക്കെ അവർക്ക് ഫലം കണ്ടു. അത് ഈ കോവിഡ് വന്ന സമയത്ത് ഏകദേശം 2020, 2021, 2022 കാലങ്ങൾ ഒക്കെ അടച്ചിട്ടേക്കാം. വാഹനങ്ങൾ റോട്ടിലില്ല. പോലീസ് നമ്മൾ തല്ലി ഓടിച്ചിരുന്നു. ഇന്ത്യയിലൊക്കെ ഇവിടെ തല്ലി ഓടിച്ചിരുന്നു. ഇവിടെ പേടിപ്പിക്കും, മാസ്ക് ഇടാ, ഗുണ്ടായിസായിരുന്നു, മാസ്ക് ഇടാ എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടായിസായിരുന്നു. ഇവിടെ പോലീസിന് അത് ചെയ്യാൻ പറ്റില്ല. ഈ മറ്റേ ഇടത് ലിബറൽ ആൾക്കാരുണ്ട്, പാർട്ടിക്കാർ, ഡെമോക്രാറ്റിക് പാർട്ടി, മാസ്ക് ഇട്ടിട്ട് പോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക, മനുഷ്യനെ ഇല്ലാണ്ടാക്കുക, പേടിപ്പിച്ച് കൊന്നു കളഞ്ഞു കുറേ എണ്ണത്തിനെ. വയസ്സായവരൊക്കെ അങ്ങോട്ട് എടുത്ത് വരിന്ന് കളഞ്ഞു പ്രകൃതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ അവരുടെ ഫലം കണ്ടില്ല. അപ്പോൾ അന്നൊക്കെ മാധ്യമങ്ങൾ കണ്ടില്ലേ, നമ്മൾ മനുഷ്യരില്ലെങ്കിൽ എന്ത് സുഖമാണ്, ആകാശം ക്ലിയറാണ്. അപ്പോൾ അത് ഒരു സത്യമാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇന്നലെ US കോൺഗ്രസ്സിൽ നടന്ന ആ ഒരു ചർച്ച. വളരെയധികം ദുരൂഹമായ ഇത്. ഇയാൾക്ക് പറയാം ഇത് ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ കോവിഡ് വന്നതെന്ന് പറയാം. അതല്ല പറയണത്. അദ്ദേഹം പറയണത് ഞാൻ നിശബ്ദനായിരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ആൻ്റണി ഫൗച്ചി എന്ന അന്ന് അമേരിക്കയിലെ ആരോഗ്യ രംഗത്ത് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ജനറൽ, അദ്ദേഹം പറയാണ് ഞാൻ നിശബ്ദനായിരിക്കുകയാണ്, എനിക്കൊന്നും പറയാനില്ല. വക്കീലിനെ എടുത്ത് കളഞ്ഞോടുകൂടി ആളുടെ അധികാരം പരിധി ഉപയോഗിച്ചു. ഇൻവോക്ഡ് 5th അമെൻമെൻറ്റ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ സർക്കാരുകളൊക്കെ പാടിക്കൂടിയിട്ട് ജനങ്ങളെ കൊന്നൊടുക്കി പ്രകൃതിനെ രക്ഷിക്കുന്നുണ്ടോ? ഒബാമയുടെ പ്രകൃതി സ്നേഹം അതല്ലെങ്കിൽ അതൊക്കെയാണോ കോവിഡ് എന്നുള്ളത്? പക്ഷേ ഇന്നലെ അയാളെ പൊരിച്ചെടുത്തു ആൻ്റണി ഫൗച്ചി. 85 വയസ്സ്. അദ്ദേഹം ചിലപ്പോൾ തെറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉള്ളിൽ പോവും. അതിനു വേണ്ടി കാരണം അധികാരം നഷ്ടപ്പെട്ടത് ട്രംപിനാണ്. അന്ന് പാവൻ ട്രംപ് ചൈനീസ് വൈറസ് എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷന് നിൽക്കാൻ നോക്കിയില്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്തില്ല. കാരണം അദ്ദേഹം അല്പസ്വല്പത്തിനാണ് ട്രംപ് തോറ്റുപോയത് കഴിഞ്ഞ തവണ 2020. അദ്ദേഹം വീണ്ടും 2024 തിരിച്ച് അധികാരത്തിൽ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അധികാരം പോവാൻ ഒരു പക്ഷേ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതോ അതോ രാജ്യങ്ങളായിട്ടുണ്ടാക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും നമ്മളൊന്നും കാണാനോ കേൾക്കാനൊന്നും പോകുന്നില്ല. അതിൻ്റെ ഒരു അങ്ങേയറ്റത്തൊരു ഇത് മാത്രമാണ് ഇന്നലെ ജനാധിപത്യം എന്നതിൻ്റെ പേരിൽ US കോൺഗ്രസിൻ്റെ ഉള്ളിൽ നടന്ന ആ ഒരു ചർച്ചയുടെ ഭാഗം. ആ ചർച്ച ചോദ്യങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കണവൻ തലൂരി. ഞാൻ വ്യക്തിപരമായിട്ട് ഉദ്ദേശിച്ചത് ചൈനയുടെ പണിയായിരിക്കാം ഒരു പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളെയും അമേരിക്കയെയും എല്ലാം പിന്തള്ളി സാമ്പത്തികമായിട്ട്. കാരണം അവർ അടുത്തെത്താറായി. അവർക്ക് ഒന്നാമത്തെ രാജ്യമാവുന്നതിന് വേണ്ടിയിട്ട് ഒരു അസുഖത്വം, ഒരു യുദ്ധം, ബയോളജിക്കൽ വാർ ആയിരിക്കാം എന്നാണ് വിചാരിച്ചത്. ഇപ്പം എനിക്ക് എൻ്റെ സംശയം ഇതിൽ പല രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ട് ആൻ്റണി ഫൗച്ചി ഇന്നലെ 5th അമെൻഡ്മെൻറ്റ് നിശബ്ദനായിരിക്കാൻ തീരുമാനമെടുത്തു? അദ്ദേഹത്തിൻ്റെ റൈറ്റ്, അദ്ദേഹത്തിന് സത്യം അറിയാമെന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഇത് ചൈനയിൽ നിന്നാണ് തുടങ്ങിയത്, എൻ്റെ അറിവ് പ്രകാരമാണ്, ഇതാണ് രേഖകളെന്ന് പറയായിരുന്നു. അതല്ല പറഞ്ഞിരിക്കുന്നത്. വളരെയധികം ദുരൂഹമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പുതിയ തലമുറയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും തെളിവുണ്ടോ? അന്ന് ശാസ്ത്രജ്ഞന്മാർ 2 ചേരിയിലായിരുന്നു. ഇത് മനുഷ്യൻ തുടങ്ങി വെച്ചതാണ്, അല്ല ഇത് ചില ഇടതുപക്ഷത്തുള്ള ചിന്താഗതിക്കാർ, ലിബറൽ ചിന്താഗതിക്കാർ പറഞ്ഞിരുന്നു അല്ലല്ല ഇത് പക്ഷീനെ ഇത് ചെയ്തിട്ടാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ. ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അതിന് തെളിവുകളും അതിൻ്റെ അടയാളങ്ങളൊക്കെ വേണമല്ലോ. അവരും 2 ചേരിയിൽ നിന്നിട്ട് അല്ല ഇത് മനുഷ്യൻ തുടങ്ങിയതാ, ഇതല്ല ഇത് മനുഷ്യനല്ല തുടങ്ങിയത്, ഇത് ആക്സിഡൻ്റലി തുടങ്ങിയതാണെന്നാണ് അവർ പോലും നിന്ന് പറഞ്ഞിരുന്നത്.
എന്താണ് ഇതിൻ്റെ വാസ്തവം നമ്മൾ ഒരു കാരണവശാലും അറിയാൻ പോണില്ല എന്നുള്ളതിനുള്ള തെളിവാണ് ഇന്നലെ ആൻ്റണി ഫൗച്ചിനെ പൊരിച്ചെടുത്തതിലൂടെ നമുക്ക് മനസ്സിലായത്. അയാളും ക്ലീനായി. അയാൾ പറഞ്ഞു ഞാൻ ഇന്ന് നിശബ്ദനായിരിക്കാൻ പോകണം. അയാൾ എന്തിനു നിശബ്ദനായിരിക്കണം? അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ജനങ്ങളോട്, ലോകത്തിൻ്റെ ജനങ്ങളോട് വിളിച്ചു പറയണം ഇന്ന കാരണമാണെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ തലമുറയോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ അടയാളങ്ങൾ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് തെളിവിൻ്റെ ആവശ്യമില്ല. ഇൻഡ്യൂഷൻ നമുക്കറിയാം. ഇത് ഒരു പക്ഷീനെ തിന്ന് തുടങ്ങിയതല്ല എന്ന് ചെറിയൊരു ചോറും കറിയും അതായത് അരി ഭക്ഷണം കഴിക്കുന്നവന് മനസ്സിലാക്കാം ഇതൊരു പക്ഷീനെ തിന്ന് തുടങ്ങിയതല്ല എന്നുള്ളത്. കൊന്നൊടുക്കുന്ന ഒന്നില്ലെങ്കിൽ ഒരു യുദ്ധം, അതല്ലെങ്കിൽ സർക്കാരുകൾ തമ്മിൽ കൂടി വന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമായിരുന്നു കോവിഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതചര്യകളിൽ തിരക്കിലായിരിക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമുക്ക് ചുറ്റും നമ്മളെ പോലും കൊല്ലാവുന്ന രീതിയിൽ കോവിഡുകളും ഒക്കെ ആസൂത്രണങ്ങൾ അങ്ങ് നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.